ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓട്ടോമേറ്റ് 07 ചാനൽ. ഞാനിന്ന് ഇവിടെ എനിക്കൊരു തെറ്റ് പറ്റിയിരുന്നു എൻ്റെ വണ്ടിയുടെ കാര്യത്തിൽ. അപ്പോൾ അത് നിങ്ങളിലേക്കൂടെ ഷെയർ ചെയ്ത് നിങ്ങൾക്കൊരു തെറ്റ് പറ്റാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്. എന്താണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പുള്ളിങ് കുറഞ്ഞായിരുന്നു. അപ്പോൾ എയർ ഫിൽറ്റർ സാധാരണ പൊതുവെ എല്ലാവരും പറയാറുണ്ടെന്ന്, എയർ അടിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിലുള്ള കണ്ടാമിനേഷൻസ്, അതായത് പൊടി കാര്യങ്ങളെല്ലാം തന്നെ എന്തെങ്കിലും ഓയിലോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടും എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്ന, ഞാനിങ്ങനെ അടിയിലൊന്ന് ജസ്റ്റ് കൊട്ടുമ്പോൾ കാണുന്ന കരിയാണ് ഈ കാണുന്നത്. ഒരു മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്ന പോലെ രീതിയിൽ പതുക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ കരി ഇങ്ങനെ വീഴും. അപ്പോൾ അത് കൂടാത്ത കരികൾ നമ്മൾ എയർ അടിച്ചിട്ട് കളയാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു എല്ലാവരും പറയുന്ന പോലെ. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിചാരിക്കാത്തൊരു കാര്യമായിരിക്കും. എല്ലാവരും വിചാരിക്കും നമ്മൾ എയർ അടിച്ച് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തൂടെ അടിക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ എല്ലാ പൊടികളും, അതായത് കാർബൺ കാര്യങ്ങൾ, ഡെപ്പോസിറ്റ്സ്, പൊടി കാര്യങ്ങളെല്ലാം പോകുമെന്ന് വിചാരിക്കും. പക്ഷേ ഇതിൽ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ എയർ അടിച്ച് ഇതിപ്പോൾ ഒരു വാക്യൂം ക്ലീനർ വെച്ചാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. എയർ അടിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ കരിയൊക്കെ പോകുന്നതെന്ന്. പക്ഷേ വേറെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് അടിച്ച് കുറച്ച് കരി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കരി നേരെ താഴെ വന്നിട്ട് അത് ക്ലോഗ് ചെയ്ത് നിൽക്കുമെന്ന് വെച്ചാൽ കൂട്ടം കൂടിയിട്ട് അഴുക്ക് പോലെ പിടിച്ച് നിൽക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നിൽക്കുന്ന കരി കാര്യങ്ങൾ ഏറ്റവും താഴെ പോയിട്ട് ഒറ്റ ലെയർ പോലെ അങ്ങ് ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലുള്ള എയർ ഫ്ലോ പോലും നന്നായിട്ട് നടക്കില്ല. പലരും ഈ പറഞ്ഞ പോലെ ഇത് ഇപ്പോൾ നേരത്തെ കാണിച്ച പോലത്തുള്ള ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതേ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരിക്കലും നമ്മളൊരു ഒരു 10,000 കിലോമീറ്റർ 20,000 കിലോമീറ്ററിലാണ് സാധാരണ വണ്ടിയിൽ എയർ ഫിൽറ്റർ മാറ്റാൻ പറയുന്നത്. പക്ഷേ എല്ലാ 10,000 കിലോമീറ്ററിൽ നമ്മൾ എയർ ഫിൽറ്റർ മാറ്റി പുതിയത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ വൈബ്രേഷൻസ് കുറയും, വണ്ടിക്ക് മൈലേജ് പ്രോപ്പറായിട്ട് കിട്ടും. അതുപോലെ തന്നെ പുള്ളിങ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടും, അത് താഴെ പോവില്ല. ഒരിക്കലും നിങ്ങൾ എയർ ഫിൽറ്റർ പഴകിയാലും കുഴപ്പമില്ല, പക്ഷേ എയർ ഫിൽറ്റർ എയർ അടിച്ചിട്ട് ഇതുപോലുള്ള പണി ചെയ്ത് വെക്കരുത് പലരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ, അത് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പറ്റാതിരിക്കാനായിട്ട് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല ചില കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഓട്ടോമേറ്റ് 07.